ആഹാ, ആനന്ദുണ്ടായിരുന്നു നിന്റെ കൂടെ. ഇവനെന്താ വിരുന്നുകാരനെ പോലെ പുറത്തിരിക്കായിരുന്നു? കണ്ടില്ലേ മോളെ നന്ദന, മകനും മരുമകളും ഒക്കെ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്നത് അതിഥികളെ പോലെ. അല്ലെങ്കിലും മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാരാണ് മക്കളെന്ന് പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതെഴുതി എഴുത്തുകാരോട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ മക്കൾ വിരുന്നുകാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനത് അംഗീകരിക്കില്ല. എനിക്കും അഖിലേക്കും ഞങ്ങളുടെ മക്കൾ സ്നേഹം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിപേടകങ്ങളാണ്. ആ നിധിപേടകങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ആരുമില്ലാത്ത ചില സ്വകാര്യ നിമിഷങ്ങളിൽ അഹങ്കാരത്തോടെ ആ പേടകങ്ങൾ തുറന്ന് വാത്സല്യം പകരും, പിന്നെയും ഒളിപ്പിച്ചു വെക്കും. അതാ പറഞ്ഞത് അഖിലയ്ക്ക് നിങ്ങളോട് ദേഷ്യമില്ല. അവളുടെ മനസ്സ് വായിച്ച് പഠിച്ചിട്ടുള്ളത് ഞാൻ മാത്രമാണ്. ഞാൻ എന്റെ അഖിലയെ ന്യായീകരിക്കുന്നത് കണ്ട് എന്റെ മക്കൾ വരെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, എനിക്കതിൽ വിഷമമില്ല. കാരണം എനിക്കറിയാം എന്റെ അഖില തുളസിയിലയിൽ വീണ തൂമഞ്ഞ തുള്ളി പോലെ നിർമ്മലയാണ്. പക്ഷെ കല്യാണി കൊണ്ടുപോയി കേസ് കൊടുത്തത് അവളെ വല്ലാതെ വിഷമിപ്പിച്ചു. ജീവന്റെ ജീവനായ മൂത്ത മകൻ അതിന് കൂട്ടുന്നത് അവളുടെ മനസ്സിനെ വല്ലാതെ ഒലച്ചു. പാവം ഒരുപാട് കരഞ്ഞു. പക്ഷേ അതൊരു കള്ളക്കേസാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ കേസ് നിലനിൽക്കില്ല. അഖിലത് ചെയ്യില്ല. ഇങ്ങനെ പിന്നൊരു ഏകാധിപത്യ ഭരണമാണ്. അഖില വെളിച്ചത്ത് വരാൻ പറ്റാതെ ഏതോ ഗുഹയ്ക്കകത്തെ അന്ധകാരത്തിൽ ശിവരാമകൃഷ്ണൻ മുഴുഭ്രാന്തിലകി തൃച്ചംബരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാൽനട ജാഥ നടത്തുന്നു. അരവിന്ദൻ നന്ദനയും പന്തം കണ്ട പെരിച്ചാഴികളെപ്പോലെ പരസ്പരം നോക്കി അന്തം വിട്ടു നിൽക്കുന്നു. അങ്ങനെ അഖിലയുടെ ഭരണകാലമൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇനി മുതൽ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ഈ ഞാന്. അഖിലയുടെ സ്തുതിപാഠകരായ കുറച്ചുപേരെയൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ ആട്ടിക്കൊടുത്ത് ഞാൻ പിരിച്ചുവിടും. മതിമറന്ന് ആഹ്ലാദിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ വരട്ടെ ആന്റി. ഡ്യൂപ്ലിക്കേറ്റ് അഖിലയെ കത്തിച്ചാമ്പലായിട്ടുള്ളൂ. യഥാർത്ഥ അഖില ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ട്. എവിടെയാണെന്ന് ഒരെത്തും പിടിയുമില്ല. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ കണ്ടെത്തി എന്നേക്കുമായി അവസാനിപ്പിച്ച് ആ ശവം ആരും കാണാത്ത അജ്ഞാത താഴ്വരയിലേക്ക് എറിഞ്ഞു കളഞ്ഞാലേ അന്തിമ വിജയം ആഘോഷിക്കാൻ പറ്റൂ. ആ ഒരു ദൌത്യം കൂടി വിജയകരമായി പൂർത്തിയാക്കണം. എന്നാലേ തൃച്ചംബരത്തെ പുതിയ മഹാറാണിയുടെ ഈ ചിരിക്ക് അർത്ഥമുള്ളൂ. കാര്യങ്ങൾ ഇത്രത്തോളായ സ്ഥിതിക്ക് അഖില പെട്ടെന്നൊന്നും പുറത്തേക്ക് വരില്ലെന്നായി എനിക്ക് തോന്നുന്നത്. ആ വരവിന് മുൻപ് എല്ലാം എന്റെ കൈപ്പിടിയിൽ ഒതുക്കണം. എന്ത് വീട്ടിത്തു ആന്റി പറയുന്നത്? ഇതേ അഖിലാണ്ടേശ്വരിയാ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. കൊല്ലപ്പെട്ട രാജരാജേശ്വരി പോലെ അല്ല അഖില. 10 തലയുള്ള രാവണന്റെ ബുദ്ധിയും ശക്തിയുമാണ് അഖിലയ്ക്ക്. ഏത് മാളത്തിലിരുന്നാലും പുറമേ നടക്കുന്നതെല്ലാം അവരറിയും. എടുത്തുചാട്ടം നന്നല്ല. വാരണാസിയിലെത്തിയതിനു ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഗുരുജി എനിക്ക് പറഞ്ഞു തരേണ്ടത്.
ദാ വാങ്ങിക്കൊള്ളു. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. വാരണാസിയിലെത്തിയാൽ ഉടൻ സ്വാമി ആനന്ദ തീർത്ഥരെ കണ്ടെത്തണം. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാൻ അഖിലയ്ക്ക് തന്നിട്ടുണ്ട്. ഋഷികേശ സ്വാമികളുടെ ജ്യേഷ്ഠപുത്രിയാണ് അഖില എന്നറിയുമ്പോൾ എല്ലാ പരിഗണനകളും കിട്ടിക്കൊള്ളും. പിന്നെ ഞാനുമായിട്ടുള്ള ആത്മബന്ധം, അതെല്ലാം ഈ കത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉടല് വിട്ടുപോകാത്ത ആത്മാവിന് ഉദകക്രിയ ചെയ്തത് മഹാപാപം. ആത്മാവ് പരമാത്മാവിൽ ലയിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ ക്രിയകൾ ഉൾപ്പെടെ നടന്നു കഴിഞ്ഞു. അഖിലയ്ക്കും ആ പാപം ചെയ്ത ആനന്ദിനും ദോഷമുണ്ട്. മനഃപൂർവമല്ലാത്ത ദോഷപാപങ്ങൾക്ക് പരിഹാരകർമ്മങ്ങളുമുണ്ട്. അതൊക്കെ ഗംഗാതീരത്ത് വച്ച് തന്നെ സ്വാമി ആനന്ദതീർത്ഥൻ നിർവഹിച്ചു തരും. 108 പ്രാവശ്യം ഗംഗയിൽ മുങ്ങി നിവരണം. പുണ്യപാപങ്ങളുടെ ജീർണിച്ച ജഡങ്ങൾ ഒഴുകുന്ന ഗംഗയിൽ 108 പ്രാവശ്യം മുങ്ങി നിവരുന്നത് തന്നെ മഹാപുണ്യമാണ്. ഈ ജന്മത്ത് തന്നെ എന്നെക്കൊണ്ട് അതൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഗുരുജി. സൈന്ധവ സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് ഗംഗാപുളിനങ്ങൾ. അവിടെ അരങ്ങേറിയ ജീവിതകഥകളും ആത്മസംഘർഷങ്ങളും മറ്റൊരിടത്തും ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അവിടെ കുറച്ചു ദിവസം താമസിക്കുമ്പോൾ തന്നെ അഖിലയ്ക്ക് എല്ലാ സമാധാനങ്ങളും കൈവരും. മനസ്സ് ഒരു പുണ്യഗംഗ പോലെയായി ആക്കി തിരിച്ചു വരാം. ഗുരുജി, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കും. ഏതോ ഒരു പെണ്ണിന് വേണ്ടി ജന്മം തെളിച്ച് പ്രിയപ്പെട്ടവരെ തകർത്ത മനുഷ്യമൃഗം, അതാണിപ്പോ ഈ ആനന്ദകൃഷ്ണൻ. മല്ലിഞ്ഞ മതി, എന്നെ മാത്രം ഇങ്ങനെ കുത്തി പറഞ്ഞു. മല്ലിഞ്ഞ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇനിയും നീ എന്ത് തെറ്റാ ചെയ്തെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ പകയിലും ശാപത്തിലും തകർന്നടിഞ്ഞത് ഒരു കുടുംബം. പേരും പ്രശസ്തിയും അന്തസ്സും അഭിമാനവും തറവാടിത്തവുമുള്ള എന്റെ കുടുംബം. തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണന്റെ കുടുംബം, അഖിലാണ്ടേശ്വരിയുടെ അധീനതയിലുണ്ടായിരുന്ന കുടുംബം. അഖില മേഡത്തിനെതിരെ കേസ് കൊടുത്തത് എന്റെ മാത്രം തീരുമാനപ്രകാരം അല്ലായിരുന്നു, വലിയൊന്നിനും അറിയായിരുന്നതല്ലേ? എനിക്കറിയാം. എന്റെ ഒരു വാക്ക് ആയുധമാക്കി എന്റെ അമ്മയെ അപമാനിക്കാൻ ശ്രമിച്ച തന്ത്രം. അപമാനം സഹിക്ക വയ്യാതെ എന്റെ അമ്മ എന്നേക്കുമായി ഇല്ലാതെയായി. അല്ലെങ്കിൽ നീ ഇല്ലാതെയാക്കി. ഞാൻ നിനക്ക് വേണ്ടി എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചു വന്നവന് എന്റെ സ്വപ്നങ്ങൾ വരെ നിനക്ക് വേണ്ടി തല്ലി ഉടച്ചു കളഞ്ഞു. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെല്ലാം നീ അറിയണമായിരുന്നു. എന്റെ അമ്മ എന്റെ ഉള്ളിൽ ഒരു സ്നേഹത്തിന്റെ കടലായി ഇരമ്പിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഭാര്യയായ നീ അറിയണമായിരുന്നു. പിന്നെ എന്റെ അച്ഛൻ, എന്നും എവിടെയോ ആരുടെ പ്രശ്നങ്ങളിലും സമാധാന ദൂതനായി തിളങ്ങിക്കൊണ്ടിരുന്ന തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ, ആ അച്ഛൻ എനിക്കൊരു സ്നേഹത്തിന്റെ വികാര പ്രപഞ്ചമായിരുന്നു എന്ന് നീ അറിയണമായിരുന്നു. അതാണ് ഭാര്യ. അതായിരിക്കണം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ. അച്ഛന്റെ അമ്മയുടെ സ്വപ്നങ്ങളെ തകർത്ത് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ തയ്യാറായപ്പോഴും എന്റെ കൂടെ നിന്നതാ എന്റെ അച്ഛൻ. ആ അച്ഛൻ ഇന്ന് മനസ്സ് തകർന്ന ഒന്നാന്തരം ഒരു ഭ്രാന്തൻ. എന്നെ സ്നേഹം പഠിപ്പിച്ച എന്റെ അമ്മ ഇന്നെന്റെ വിളി കേൾക്കാനില്ല. ഞാൻ ചങ്കോട് ചേർത്ത് കൂടെ കൊണ്ടുവരുന്ന എന്റെ കൂടപ്പറപ്പ് അവനിപ്പോ എന്നെ കാണുമ്പോ പേടിക്കുക. ഉറ്റവരും ഉടയവരും ഇല്ലാത്ത ഈ ലോകത്ത് ഹൃദയശൂന്യനായി മുദ്ര കുത്തപ്പെട്ട ഞാനിന്ന് മുങ്ങിത്താഴുക. ആത്മാഭിമാനവും വ്യക്തിത്വവും ഇല്ലാതെ എന്തിനൊരു ജീവിതം? മൾട്ടി ഫേസ് പേഴ്സണാലിറ്റി ഉള്ളവൻ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ എന്ന് എല്ലാവരും പുകഴ്ത്തി പറഞ്ഞ ഞാൻ ഇന്ന് മാതാപിതാക്കളെയും കുടുംബത്തെയും തകർത്ത മഹാദ്രോഹി. അല്ല സുബ്രഹ്മണ്യ, ഈ കല്യാണി ചേച്ചി പറയുന്നതിൽ ഒരു ന്യായമില്ലേ? ഏതൊരു പെൺകുട്ടിയുടെയും ജീവിതാഭിലാഷമാണ് അമ്മയാകുക എന്നുള്ളത്. ആ സ്വപ്നം തകർത്ത് കളയുക എന്ന് വെച്ചാ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? തീർച്ചയായും നീ പറഞ്ഞ അതിന്റെ ശരി.
കല്യാണിയുടെ സ്ഥാനത്ത് മറ്റേത് പെണ്ണായിരുന്നെങ്കിലും ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. ഏതായാലും എന്റെ അച്ഛൻ ഇങ്ങനൊരു ഹീനകൃത്യം ചെയ്തു എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് നിനക്കെന്നല്ല, ശിവരാമൻ അങ്കിളിനെ അറിയാവുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ശിവരാമൻ അങ്കിൾ മനഃപൂർവ്വം ചെയ്തായിരിക്കണമെന്നില്ല. അങ്കിൾ അറിയാതെ അങ്കിളിനെ മറ്റാർക്കെങ്കിലും ഉപകരണമാക്കിക്കൂടെ? ആ, അത് കറക്റ്റാ സുബ്രഹ്മണ്യം പറഞ്ഞത്. അങ്ങനെ സംഭവിക്കാം. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ടാബ്ലറ്റ് ശിവരാമ സാറ് വഴി കല്യാണി ചേച്ചിക്ക് കൊടുത്തതാവാനാണ് 100% സാധ്യത. അതെ, അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും സ്വയം മരുന്ന് കഴിച്ച് സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കല്യാണി ഒരിക്കലും ശ്രമിക്കില്ലെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ആ, അപ്പോ ഇതിന്റെ പിന്നിൽ ഏതോ ഒരാളുണ്ട്. അതാരാണെന്നാണ് അണ്ണൻ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഗുളിക നൽകിയ ആ ശത്രു തൃച്ചംബരത്തുള്ളവരോ പുറത്തുള്ളവരോ ആകാം. ആ ലേഡി ഡോക്ടർ സ്വാധീനിച്ച ഒരു വിഷയം നമുക്കറിയാൻ പറ്റും. ആ, അതെ, ആ വഴിക്കായിരിക്കും ഇത് സംഭവിച്ചിരിക്കുന്നത്. ആ ശത്രുവിനെയാണ് ആനന്ദ് അണ്ണൻ കണ്ടുപിടിക്കേണ്ടതെന്നാ ഞാൻ പറഞ്ഞത്. ആനന്ദ്, നിനക്കറിയാലോ, നീ കല്യാണി വിവാഹം കഴിച്ചതിൽ ഒത്തിരി കണ്ണുകടിയും അസൂയയും വൈരാഗ്യമുള്ളവരും ഉണ്ട്. അഖിലാന്റിയുടെ ശത്രുത സ്വാഭാവികം, അത് വിട്ടേക്ക്. അത് നിങ്ങളെയോ നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിനെയോ നശിപ്പിക്കാനുള്ള ശത്രുതയല്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും ശത്രുക്കളായിരിക്കും ഇതിന് പിന്നിൽ. അവരെ കണ്ടെത്തുന്നതിന് പകരം നീ കല്യാണിയോട് വഴക്കിടുകയല്ല വേണ്ടത്. നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ആനന്ദ്. നിനക്കിത് എന്തു പറ്റി? നിന്നെ ഉപദേശിക്കാനുള്ള കഴിവൊന്നും ഉള്ളവനല്ല ഞാൻ. നിന്റെ മുമ്പിൽ ഞാനൊന്നുമല്ല. എന്റെ തകർച്ചകളിലും പതർച്ചകളിലും ഒരു കൈ തന്നും 1000 ബലമുള്ള വാക്കുകൾ കൊണ്ടും എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളവനാ നീ. നിന്നോട് ചിലതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാ, കല്യാണിയുടെ മാനസികാവസ്ഥ കൂടി നീ മനസ്സിലാക്കണം. മനസ്സിന്റെ സമനില തെറ്റിയ ഒരാള് രാത്രി ആരോടും പറയാതെ എങ്ങോട്ടും ഇറങ്ങി പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇവിടെയുള്ള ഒരാൾക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. രാത്രി ഡ്രൈവറെ വിളിച്ചാണോ കാറെടുത്ത് പോയിരിക്കുന്നതെന്ന് ആർക്കറിയാം? ഇനി ഒറ്റയ്ക്കാണ് പോയതെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അച്ഛനങ്ങനെ ആരോടും ചോദിക്കാതെ പുറത്തു പോകുന്നത് നമ്മളൊന്നും കരുതിയില്ലല്ലോ അങ്കിളെ. കരുതണം. മനോനില തകരാറിലായ ആളുകൾ എന്തും ചെയ്യും. ശിവരാമകൃഷ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മക്കൾ രണ്ടുപേരും കൂടിയാ. ആനന്ദ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തീരുമാനം അരവിന്ദന് എടുക്കാവുന്നതേ ഉള്ളൂ. ബ്രോ ഉള്ളപ്പോ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല. അങ്ങനെയുള്ള ഒരു പതിവൊന്നും ഇവിടെ ഇല്ല. പതിവുകൾ പലതും തെറ്റിക്കേണ്ടി വരും. ആനന്ദ് തൃച്ചംബരത്തോടകന്ന് മറ്റൊരിടത്താണ് താമസിക്കുന്നത്. തന്നിഷ്ടപ്രകാരം വിവാഹം കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാളാ. എന്നുവെച്ച് ബ്രോ തൃച്ചംബരത്തെ മൂത്ത മകനല്ലാതായി മാറുമോ? അങ്കിളെ, ഇവിടെ ഇപ്പൊ നമ്മൾ തമ്മിലൊരു തർക്കത്തിന്റെ ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അച്ഛൻ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയെന്ന് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരണം. പക്ഷേ എവിടെ കണ്ടെത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. മനോനില തെറ്റിയെന്ന് പറഞ്ഞ അച്ഛന് ഭ്രാന്തൊന്നുമില്ല. അമ്മ മരിച്ചുപോയി അറിഞ്ഞപ്പോ ഉണ്ടായൊരു ഷോക്ക് മാത്രമാണ്. അതിന് മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് പതുക്കെ മാറിക്കോളും. അങ്ങനെ മാറിക്കോളൂ എന്ന് കരുതി കാത്തിരുന്ന് ഇതുപോലെ ഇനിയും സംഭവിക്കും. അല്ലെങ്കിൽ ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഒരാളുണ്ടാവണം. എവിടെയൊന്ന് പോയിട്ട് തിരക്ക് അദ്ദേഹമേ. ഞാനെന്തായാലും മതി മതി മതി. കല്യാണി, നല്ല രുചി.
പതുക്കെ കഴിച്ചാ മതി. ഞാൻ ചൂടോടെ ചുട്ടോണ്ട് വരാം. രുചിയുള്ള ആഹാരം. വിശക്കുമ്പോ ഇതുപോലുള്ള ഭക്ഷണം വേണം കഴിക്കാൻ. അരുൺ, നള്ളോ വാ. നല്ല ചൂട് ദോശയും ചട്നിയും വാ വാ. ചേച്ചി കാത്തിരുന്ന് മുഷിഞ്ഞു അനിയൻകുട്ട. ആഹാരം കഴിച്ചോ? ഇല്ല ചേച്ചി. വലിയ കുഞ്ഞ് അകത്തുണ്ട്. രണ്ടുപേരും വരൂ, ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട, വിശപ്പ് തീരെയില്ല. നിനക്ക് ഇന്നൊരു രാത്രിയെങ്കിലും അവിടെ നിൽക്കായിരുന്നു. ഓ, നിന്നോട് നിൽക്കാൻ ആവശ്യപ്പെട്ടത് എന്റെ അച്ഛനാണല്ലോ. അദ്ദേഹം ഒരു മനോരോഗി കൂടിയാ. ഭ്രാന്തന്മാർ പറയുന്നത് എന്തിനു കേൾക്കണമല്ലേ? സ്വന്തം അച്ഛന്റെ അവസ്ഥ കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ട ഗതികേട് വന്നൊരു മകനാ ഞാൻ. സ്നേഹം മാത്രം ആ മനുഷ്യന്റെ ഉള്ളിൽ എല്ലാവരോടും. നിനക്കെന്നും ഒരു തണലായി നിന്ന് നിന്നെ മരുമകളായി അംഗീകരിച്ച മനുഷ്യൻ. എന്നിട്ടും ഓ, നിന്റെയൊക്കെ പകയും പ്രതികാരമൊക്കെ തീരണമെങ്കിൽ എതിരാളികൾ മരിക്കണമല്ലേ? വാക്കുകൾ കൊണ്ടുപോലും ആരെയും മുറിവേൽപ്പിക്കാത്ത ഒരച്ഛന്റെ മകനാ ഞാൻ. നിയന്ത്രണം വിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ പിന്നെ ഞാൻ തന്നെ വേദനിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നേരം വെളുക്കുമ്പോ നിന്നെ അവിടെ കണ്ടില്ലെങ്കിൽ എന്താ ചേച്ചി ഇതൊക്കെ? വല്യുഞ്ഞ് പറഞ്ഞത് ശരിയല്ലേ? ചേച്ചിക്ക് ഇന്ന് രാത്രിയെങ്കിലും അവിടെ നിന്നൂടായിരുന്നോ? വല്യുഞ്ഞ് പറഞ്ഞതുപോലെ ചേച്ചി അവിടെ കണ്ടില്ലെങ്കിൽ ശിവരാമ സാറിന് ദേഷ്യം കൂടത്തല്ലേ ഉള്ളൂ. എനിക്ക് സങ്കടമുണ്ട് ചേച്ചി. ചേച്ചി പലതും മറക്കുന്നു. ഒന്നും മറന്നിട്ടില്ല, മറക്കാൻ ശ്രമിക്കുക. അഖിലേച്ചി മരിച്ചു. ശിവരാമേട്ടന് ഭ്രാന്തുമായി. മക്കള് രണ്ടും രണ്ട് വഴിയും ആയി. തകർന്നില്ലേ എല്ലാം? ഇത് മരിച്ചത് അഖിലയല്ല എന്നറിഞ്ഞിട്ടുള്ള വരവാണല്ലേ? ശിവരാമന്റെ ഈ അവസ്ഥ അഖില എങ്ങനെയാണെന്ന് അറിയിക്കുക? ഗുരുജി എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ശിവരാമന്റെ ഈ അവസ്ഥയെപ്പറ്റി ആലോചിച്ചങ്ങനെ നിന്നുപോയതാ. എന്തു ചെയ്യാം? ദൈവ തീരുമാനങ്ങളെ ശിരസാവഹിച്ചല്ലേ പറ്റൂ. ഇതൊന്നും വന്നു ചേർന്നതല്ലല്ലോ ഗുരുജി, വരുത്തിക്കൂട്ടിയതല്ലേ. കല്യാണി കൊടുത്ത ആ കേസിൽ നിന്നല്ലേ ഇതിന്റെയൊക്കെ ആരംഭം. അവൾ ഒറ്റ ഒരുത്തിയല്ലേ ഞങ്ങളുടെ കുടുംബത്തിനെ തകർത്തത്. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചേ പറ്റൂ വിലാസിനി. അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കല്യാണിയുടെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹിക്ക് മാത്രമേ അറിയാ പാവത്തിന്. ശിവരാമനങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ താൻ കാരണക്കാരിയാണോ എന്ന കുറ്റബോധം കൊണ്ട് സ്വയം ഉരുകി നടക്കുക ആ പാവം. അതിനിടയിൽ നിന്റെ കുത്തുവാക്കുകൾ. അതെ അണ്ണാ, ചേച്ചി പാവുക. അഖില മേഡത്തിന്റെ ബോഡി പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വയം ശപിക്കുന്നുണ്ടാവും. ഹലോ, അവിടെ നിന്നാ മതി, ഞാൻ ഇപ്പൊ വരാം. എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു, ഞാനങ്ങ് മറന്നു. നിങ്ങൾ സംസാരിക്കേ, നമുക്ക് വൈകിട്ട് കാണാം. ശരി.
ആനന്ദ്, ഞാൻ വീണ്ടും പറയുന്നു, എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നീയും കൂടി അങ്ങോട്ട് പോകുന്നത് നന്നായിരിക്കും. അവിടെ നിനക്ക് പലതിനും ഉത്തരം കിട്ടും. ആ പാവം കല്യാണിയുടെ മനസ്സിന് ഒരല്പ സമാധാനവും. സുബ്രു, നീ വിശ്വസിക്കുന്നുണ്ടോ എന്റെ അമ്മയാണ് കല്യാണിയുടെ വയറ്റിൽ വളർന്ന ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന്? എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. ഞാനെന്നല്ല, അഖിലാന്റി അറിയാവുന്ന ഒരാൾക്കും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ചും കല്യാണിക്ക്. കാരണം ആന്റിയെയും അങ്കിളിനെയും അവള് പൂജിക്കുന്ന ദൈവങ്ങൾക്കൊപ്പം മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ശിവരാമൻ അങ്കിൾ വിളിച്ചുടനെ അങ്ങോട്ടേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഏതോ പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട്. അരവിന്ദ്, സാർ നമസ്കാരം. ഇരിക്കണം. താങ്ക് യു. അനിയൻകുട്ടൻ പോയോ കല്യാണി? ആ പോയി. ഏതൊരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട് അവിടെ. മാഡത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷിക്കാനായിരിക്കും. മിസ്റ്റർ ശിവരാമകൃഷ്ണൻ എവിടെ? മുറിയില്ല. ഈ അവസ്ഥയിൽ അങ്കിളിനെ എങ്ങനെ വിളിക്കും? എന്താ ഒരു സ്വകാര്യം? എന്തോ പ്രശ്നമുള്ളതുപോലെ. അതല്ല സാർ, അമ്മ മരിച്ചതിന് ശേഷം അച്ഛന്റെ മാനസിക നില അത്ര ശരിയല്ല. പരസ്പര ബന്ധമില്ലാതെ എങ്ങനെ ഓരോന്ന് സംസാരിക്കും. ഷോക്കാണ്. ശിവരാമകൃഷ്ണനെ പണ്ട് മുതലേ എനിക്കറിയാം. കളങ്കരഹിതമായ മനസ്സാണ്. അതുകൊണ്ട് സംഭവിച്ചതാ. സാവധാനം മാറിക്കോളും. പിന്നെ ഞാൻ അഖിലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാ. ജിതേന്ദ്ര വർമ്മൻ ആരാണ് നിങ്ങളോട് പറഞ്ഞത് അഖില മരിച്ചെന്ന്? ഓരോരുത്തർ വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഇല്ലാക്കത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്റെ അഖില മരിച്ചിട്ടില്ല. അവളോടനെ വരും. അവളൊരു യാത്ര പോയിരിക്കാം. എനിക്കറിയാം മിസ്റ്റർ ശിവരാമൻ. ഞാനും മറ്റുള്ളവർ പറയുന്നത് കേട്ട് അറിയാതെ പറഞ്ഞു പോയതാ. സോറി ശിവരാമൻ. സാരമില്ല സാർ. ഇത് ഞാൻ കുറെ ദിവസമായി കേൾക്കുക. സ്വന്തം അമ്മ മരിച്ചുപോയെന്ന് മക്കൾ വരെ നുണ പറയാൻ. എന്തൊരു കാലമാണിത്. എന്താ ഒരു വിറയിലും പരിഭ്രമമൊക്കെ? ഞാൻ വന്നപ്പം മുതൽ ശ്രദ്ധിക്കുന്നതാ. എനിക്ക് സുഖമില്ല, പനിയാ. നല്ലതുപോലെ ആവി പിടിച്ചാ മതി, അതങ്ങ് മാറിക്കോളും. ഞാൻ ഇനി വരുമ്പോ പനി ഉണ്ടാവരുത്. ഈ വീടിനകത്ത് അഖിലാണ്ടേശ്വരിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ? ഏതായാലും പ്രതികളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അറസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് മറ്റ് ചില സംശയങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്താനുണ്ട്. എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ സർ. ഈ അടുത്ത കാലത്തായി അഖിലയുടെ സ്വഭാവ രീതിക്കും പെരുമാറ്റത്തിലുമൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രകടമായിരുന്നോ? കൂടെ ഉണ്ടായിരുന്നത് മരുമകൾ നന്ദനയായിരുന്നല്ലോ.
അപ്പൊ നന്ദനയ്ക്ക് അറിയാൻ പറ്റും. മാറ്റങ്ങൾ കണ്ടിരുന്നു സർ. എങ്ങനെ? പലതരത്തിലും. സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് പുറമെ കർക്കശക്കാരിയായി പെരുമാറിയിരുന്ന അഖിലാന്റി പെട്ടെന്നൊരു ദിവസം മുതൽ അമിത സ്നേഹം കാണിക്കാൻ തുടങ്ങി. പറയൂ, വിശദമായി പറയൂ. അമിത സ്നേഹം എന്ന് വെച്ചാ ഞങ്ങൾക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു അഖിലാന്റിയാ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം വാരിത്തരുന്ന ഒരമ്മ. കല്യാണിയെ ആനന്ദ് കല്യാണം കഴിച്ചതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്ത അഖിലാന്റി പെട്ടെന്ന് സ്നേഹത്തോടെ അവർ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്നു. ഇത് സ്വന്തം അമ്മ തന്നെയാണോന്ന് ആനന്ദ് സംശയിക്കുക കൂടിയുണ്ടായി. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഓഹോ, അപ്പോ ആനന്ദിന് സംശയം ഉണ്ടായിരുന്നു. നന്ദനയ്ക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിരുന്നോ? എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നി സർ. കൃഷ്ണേട്ടാ, നീ ഇതെവിടെയാ? നീ എന്താ ഇങ്ങോട്ട് വരാത്തത്? ഇതെന്താ കൃഷ്ണേട്ട ശബ്ദമല്ലാതിരിക്കുന്നേ? കൃഷ്ണേട്ടന് എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിന്നെ കാണാത്ത എന്റെ ടെൻഷനേ ഉള്ളൂ. നീ ഇതെവിടെ ഉണ്ട്? ഞാൻ അടുത്ത് തന്നെയുണ്ട് കൃഷ്ണേട്ടാ. എവിടെ? പിന്നെന്താ അങ്ങോട്ട് വരാത്തത്? അഖില, അഖില, ആണോ? ഒന്ന് വേഗം വാ അഖില. ഞങ്ങളെല്ലാരും ഇവിടെ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? എന്താ അഖില ഒന്നും ഇണ്ടാത്തത്? ഞാൻ വരാം കൃഷ്ണേട്ടാ. അവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ എല്ലാരും ഉണ്ടെങ്കിലോ? നന്ദനയുണ്ട്, നാരായണനുണ്ട്, പിന്നെ കല്യാണിയുണ്ട്. ദേഹത്തിന് ഓരോ ദിവസം ചെല്ലുന്തോറും രോഗം കൂടുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇങ്ങനെ ഇവിടെ നിർത്തുന്ന അപകടമാണ്. അങ്ങനെ പറ, നീ ഇപ്പൊ വരും. ഇത്തിരി ജോലി കൂടി ബാക്കിയുണ്ട് കൃഷ്ണേട്ടാ. അതുകൂടി പൂർത്തിയാക്കി ഞാൻ ഉടനെ എത്തും. വേഗം വാ, ഞങ്ങളെല്ലാരും ഇവിടെ നിന്നെ കാത്തിരിക്കുക. ഞാൻ നന്ദനയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. മോളെ, അഖില വിളിക്കുന്നു. അവൾ ഉടൻ വരുമെന്ന്. വാങ്ങ് മോളെ, അഖിലോട് സംസാരിക്കുക. വാങ്ങ്. എന്താ മോളെ ഇത്? അഖിലയുടെ ഫോൺ കട്ട് ചെയ്തോ? നീ എന്തിനാ അവളുടെ ഫോൺ കട്ട് ചെയ്തത്? ഞാനല്ലേ പറയുന്നത്. അങ്കിള് വാ. അവളെന്ത് വിചാരിക്കും? പാവം. ചിലരിൽ ഭയം, ചിലരിൽ സംശയം, ചിലരിൽ അത്ഭുതം. അങ്ങനെ ഭയക്കുകയും അത്ഭുതപ്പെടുകയും സംശയിക്കുകയൊന്നും വേണ്ട. ഞാൻ പ്രേതമൊന്നുമല്ല, അഖിലയ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. കൃഷ്ണേട്ടാ, നീ മരിച്ചുപോയെന്ന് പറഞ്ഞ എവിടെ ഇരിക്കുന്നു? എനിക്കറിയില്ലേ എന്റെ അഖില എന്നെ വിട്ടു പോയില്ലെന്ന്. എത്ര പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്? എനിക്ക് ഭ്രാന്തില്ലാന്ന്. എല്ലാം ഗുരുജി പറഞ്ഞിരുന്നു കൃഷ്ണേട്ടാ. നീ എനിക്ക് ഫോൺ ചെയ്തതിനെ ചൊല്ലി ഇവിടെ ഒരു തർക്കം നടക്കുകയായിരുന്നു. നീ വിളിച്ചെന്ന് പറഞ്ഞപ്പോ നന്ദന ആ ഫോൺ വാങ്ങി കാല് കട്ട് ചെയ്തു.
ഇപ്പോഴും നിങ്ങൾക്കൊന്നും വിശ്വാസമായിട്ടില്ല എന്ന് എനിക്കറിയാം. അത് സ്വാഭാവികം. കാരണം എന്നെപ്പോലുള്ള ഒരാളുടെ ശവം നിങ്ങളിവിടെ സംസ്കരിച്ചു കഴിഞ്ഞു. എന്നിട്ടും എന്റെ കൃഷ്ണേട്ടൻ മാത്രം മനസ്സുകൊണ്ടത് അംഗീകരിച്ചില്ല. കൃഷ്ണേട്ടൻ അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ കുടുംബത്തിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് കൃഷ്ണേട്ടൻ മാത്രം. ഞാൻ എന്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട ദാസേട്ടനെ ഞാൻ കൊന്നുവെന്ന് ഇവള് വിശ്വസിച്ചു. എന്റെ മൂത്ത മകനും അങ്ങനെ വിശ്വസിച്ചു. മാപ്പ്, മാപ്പ്. കൊല്ലപ്പെട്ടത് ഇവിടെയുണ്ടായിരുന്ന രാജരാജേശ്വരിയാണ്. അവരുടെ ശവശരീരമാണ് വേളിക്കായലിൽ നിന്നും ഞങ്ങൾ കണ്ടെത്തിയതും ഇവിടെ നിങ്ങൾ സംസ്കരിച്ചതും. രാജരാജേശ്വരിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തവരുടെയും അവരെ കൊലപ്പെടുത്തിയവരുടെയും പിറകെ പോലീസുണ്ട്. അവരെയൊക്കെ വളരെ വേഗം തന്നെ ഞങ്ങൾ പിടികൂടും. എന്തുകൊണ്ട് ഈ സത്യം അന്ന് നിങ്ങളോട് തുറന്നു പറയാതെ ഞാൻ ഒളിവിൽ പോയെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിന്റെ ഉത്തരവും ജിതേന്ദ്രവർമ്മ സാർ തന്നെ പറയും. മരിച്ചത് രാജരാജേശ്വരിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അഖില മാഡത്തിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ വരെ മാഡത്തെ സംശയിച്ചേനെ. അതിന് മാഡം ഉദയഗിരിയിൽ പോയി രാജരാജേശ്വരിയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. അതിനാണ് ഇത്രയും ദിവസങ്ങളെടുത്തത്. ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരൂ. വിളിച്ചോണ്ട് വരൂ. ഇവരാണ് രാജരാജേശ്വരിയുടെ അമ്മ. ഇവർ ഉദയഗിരി എന്ന സ്ഥലത്തുണ്ടായിരുന്നു. അഖില മാഡം പിടികൂടി കൊണ്ടുവന്നതാണ്. നിങ്ങൾ രാജരാജേശ്വരിയുടെ അമ്മയല്ലേ? അതെ സാർ. പേര് പറയൂ. യശോധര. ഇവരെ കൊണ്ടുപോയിക്കോളൂ. വരൂ. മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും അതിസാഹസികമായി ഈ കേസ് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ അഖില മാഡമാണ്. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ എന്തൊക്കെയാ പരമാവധി യോഗ്യത? അതെനിക്കറിയണം. മാഡത്തിന്റെ പേരിൽ കേസ് കൊടുത്തതില് എനിക്ക് കുറ്റബോധമുണ്ട്. അതിന് ഞാൻ മാപ്പ് ചോദിക്കാം. എനിക്ക് ആനന്ദകൃഷ്ണന്റെ ഭാര്യയായി ജീവിക്കണം ജീവിതകാലം മുഴുവൻ. അതിന് എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടതെന്ന് വെച്ചാ അത് ഞാൻ നേടും. ഇതെന്റെ പ്രതിജ്ഞയാണ്, കല്യാണിയുടെ പ്രതിജ്ഞ. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണന്റെ ഭാര്യയാവാൻ മാഡം നിശ്ചയിക്കുന്ന എല്ലാ അഗ്നിപരീക്ഷയ്ക്കും ഞാൻ തയ്യാറാണ്. അതുവരെ മാഡം പറഞ്ഞതുപോലെ ഞാനിവിടെ ഒരു വേലക്കാരിയായി ജീവിക്കും. തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണനും അഖിലാണ്ടേശ്വരിയും പോലെ തന്നെയാണ് ഞാനും എന്റെ വല്യൂഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം. മരണം വരെ
എനിക്ക് എന്റെ വല്ലുകുഞ്ഞിന്റെ കൂടെ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി മാഡത്തിന്റെ യോഗ്യതാ പരീക്ഷണങ്ങൾക്കായി ഞാനിവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അടുക്കളക്കാരിയായി വല്ലുകുഞ്ഞ് എന്നെ അനുഗ്രഹിക്കണം. ഇതൊരിക്കലും എന്റെ നിഷേധമായിട്ട് കാണരുത്. കാര്യങ്ങൾ അറിഞ്ഞു. തൃച്ചംബരത്ത് അഖില തിരിച്ചെത്തിയിരിക്കുന്നു. ഞാൻ അറിഞ്ഞു. വിലാസിനി ആന്റി ആയിരുന്നു ഇപ്പൊ ഫോണില്. എല്ലാ കാര്യങ്ങളും വിശദമായി വിലാസിനി ആന്റി എന്നോട് പറഞ്ഞു. രാജരാജേശ്വരിയുടെ അമ്മയെ വരെ അഖില കണ്ടെത്തി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ ഗുരുതരമാവും. രാജരാജേശ്വരിയുടെ മരണം സ്വാഭാവിക മരണമല്ല, അതൊരു കൊലപാതകമാണ്. പോലീസ് അന്വേഷണം ഐജിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അവരിങ്ങോട്ടേ ആദ്യം വരും, അതുറപ്പാ. കുറ്റവാളികളെ കണ്ടെത്താനാണ് പോലീസ് സേന. അതവര് കണ്ടെത്തട്ടെ. പ്രിയങ്കേ, അതാത് സമയത്ത് ഐജിയെ എല്ലാം അറിയിച്ചാണ് അഖില കാര്യങ്ങൾ നീക്കിയത്. രാജരാജേശ്വരിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് നമ്മളാണെന്ന് അഖിലയ്ക്ക് അറിയാമല്ലോ. അപ്പൊ പോലീസ് നിശ്ചയമായിട്ടും ഇങ്ങോട്ടേ വരൂ. ആദ്യം സംശയം വേണ്ട. അതല്ല ശ്രീയേട്ടാ, പോലീസല്ല നമ്മുടെ പ്രതിയോഗികൾ. നമുക്കെതിരെ തെളിവുകളില്ലെങ്കിൽ പോലീസിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതല്ല വിഷയം. അടിമുടി കെട്ടിവെച്ച കനത്ത ബന്ധങ്ങളെല്ലാം തകർത്ത് മരണക്കയത്തിൽ നിന്നും രക്ഷപ്പെട്ട് പൊങ്ങി വന്ന രണ്ടാം പാണ്ഡവന്റെ ഭാവത്തിലാ അഖിലയുടെ ഈ തിരിച്ചുവരവ്. ഒരു ഗത കൊണ്ട് കൗരവപ്പടയെ മുക്കാൽ പങ്കും അടിച്ചു കൊന്നവനാ ഭീമൻ. ആ ഭാവമായി ഇപ്പൊ അഖിലയ്ക്ക്. അതുകൊണ്ട് നമ്മളിപ്പോ ഭയക്കേണ്ടത് പോലീസിനെ അല്ല, അഖിലയാ. എല്ലാ പ്രതികാരങ്ങളും മനസ്സിലിട്ട് കത്തി ജ്വലിപ്പിച്ച് അഖില ഒരു സംഹാര രുദ്രയെ പോലെ നാഗമടത്തേക്ക് പാഞ്ഞു വരും. ആ അഖിലയെ തകർക്കാനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വിലാസിനെ ആന്റി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അഖിലയെ മാത്രമല്ല നമ്മളിപ്പോ നേരിടേണ്ടത്. രണ്ട് പ്രതികാര ദുർഗകളാണ്. ഒന്ന് അഖിലയാണെങ്കിൽ മറ്റൊന്ന് കല്യാണിയാ. പ്രിയങ്ക എന്താ പറഞ്ഞു വരുന്നത്? അതെ ഗംഗെ, കല്യാണിയും തൃച്ചംബരത്തെ താമസമാക്കിയിരിക്കുന്നു. കല്യാണിയുടെ ലക്ഷ്യം വേറെ ആണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവൾക്ക് നമ്മളെയും നേരിടേണ്ടി വരും. അഖില, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നീ മരിച്ചിട്ടില്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിനൊന്നും നീ ഉത്തരവാദിയോ തെറ്റുകാരിയോ അല്ലല്ലോ. ഞാൻ ഈ ചിതാഭസ്മത്തിലേക്ക് നോക്കി നിന്ന് കരഞ്ഞത് അതുകൊണ്ടൊന്നും അല്ല കൃഷ്ണേട്ട. കൃഷ്ണേട്ടനെ കുറിച്ചോർത്തു. രാജരാജേശ്വരി ഞാനാണെന്ന് എല്ലാവരും വിശ്വസിച്ചു, കൃഷ്ണേട്ടൻ പോലും. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോ അഖിലയല്ല മരിച്ചതെന്ന് വിശ്വസിച്ച ഒരേ ഒരാളെ ഈ ഭൂമുഖത്തുണ്ടായിരുന്നുള്ളൂ, എന്റെ കൃഷ്ണേട്ടൻ. എന്നെ ഭൂമിയിൽ തലച്ചാക്കി വിട്ടിട്ട് നിനക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റുമോ? നീയും ഞാനും എന്ന സത്യത്തിൽ നിന്ന് ഞാൻ മാത്രമാകാൻ എന്റെ ദൈവം സമ്മതിക്കുമോ? കൃഷ്ണേട്ടന്റെ നിഷ്കളങ്കമായ മനസ്സിന് ദൈവം തന്ന പാരിതോഷികമാണ് എന്റെ ഈ ബാക്കി വന്ന ജന്മം. ഇല്ലെങ്കിൽ അവരെന്നെ കൊന്നുകളയുമായിരുന്നു. എന്നെ കാണാതായ നാൾ മുതൽ കൃഷ്ണേട്ടന്റെ അനന്തമായ പ്രാർത്ഥനകളുടെ പുണ്യമാണ് ബാക്കിയായ എന്റെ ജീവൻ. മാനസികമായ വിഭ്രാന്തിയിൽ പോലും
കൃഷ്ണേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ വരുമെന്ന്. ഞാൻ വന്നു കൃഷ്ണേട്ട, ഞാൻ വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഏതോ ചില സ്വപ്നങ്ങൾ കണ്ടുണർന്നത് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. നീ വന്നു കയറിയത് മുതലുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ഉടലില്ലാത്ത ഒരു ആത്മാവ് അലയുന്ന സ്ഥലമാ. ഇവിടെ നിൽക്കണ്ട. ഈ അഹങ്കാരത്തിന് ഇവിടെ അധികം ആയുസൊന്നുമില്ല. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്ത് യോഗ്യതയാടി നിനക്കതിനുള്ളത്? അവള് യോഗ്യതാ പരീക്ഷയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു. നിന്നെ ഇവിടെ നിന്ന് അഖിലേച്ചി വീണ്ടും അടിച്ചു പുറത്താക്കുന്നത് കാണാനാ ഈ വിലാസിന് നിൽക്കുന്നത്. അതൊരു പക്ഷെ ഇന്ന് തന്നെ നടക്കും. അതിനുള്ള കളമൊക്കെ ഈ വിലാസിന് ഒരുക്കും. ഇത് മാത്രം മതി എന്റെ അംഗീകാരത്തിനുള്ള യോഗ്യത. അഖില മേഡം എന്നെ അടിച്ചു പുറത്താക്കട്ടെ, അപ്പൊ ഞാൻ പോയിക്കോളാം. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ മാഡത്തിന് എന്താ ആഹാരം വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിത്തരാം. ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോ എന്റെ ഭർത്താവിന് ചായ കൊടുക്കാൻ നേരമായി, ഞാൻ കൊടുത്തിട്ട് വരാം. എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ചായ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാവാത്തത്? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശോ? ആ, എന്താ നിന്റെ ലക്ഷ്യമൊന്ന്? അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച ലക്ഷ്യമൊന്നുമില്ല.